നമസ്കാരം, ഞാൻ അഖില പ്രേമചന്ദ്രൻ. ഞാനൊരു കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണലാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു മക്കൾ കൂടെയുള്ള ആളുകളോടാണ്. നിങ്ങളൊരു അച്ഛനോ അമ്മയോ ആണോ? ഒരു ഗ്രാൻഡ് പേരൻ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടോ? നിങ്ങളുടെ ചേട്ടനോ ചേച്ചിക്കോ ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. കാരണം കൊച്ചു മക്കളോട് സംസാരിക്കുന്നതിനെ പറ്റിയും അവരോട് പെരുമാറുന്നതിനെ പറ്റിയും ഒരു സ്ത്രീ ഒരു അമ്മയായി കഴിയുമ്പോൾ അവർക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റിയും അവർക്കുണ്ടാകുന്ന സംശയങ്ങളെ പറ്റിയും ഒരു പുരുഷൻ ഒരു അച്ഛനായി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും ഇതിനെ എങ്ങനെ അവർ ഉൾക്കൊള്ളുന്നു എന്നതിനെ പറ്റിയുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കൊച്ചു കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് പ്രായത്തിലാണ് അവരോട് സംസാരിച്ചു തുടങ്ങുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ അവർ ജനിച്ചു വീണ അന്ന് മുതൽ നമ്മൾ അവരോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എക്കാലവും തുടരേണ്ടത്. ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്നത് നിന്നു പോകുന്നു. നമ്മൾ പിന്നീട് അവർക്ക് കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്, നിർദ്ദേശങ്ങൾ. നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. നമ്മൾ എത്ര നേരം അവരുടെ കൂടെ ഇരുന്ന് വെറുതെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വെറുതെ സംസാരത്തിലാണ് പലപ്പോഴും അവരുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഞാൻ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയാമോ? അത് അവർ പറഞ്ഞു തരുന്നത് മാത്രമല്ല, അവരോട് സംസാരിക്കാനും അവരോട് ഇടപെടാനും അവരുടെ ഓരോ കാര്യങ്ങളിലും അവരുടെ ഓരോ ചെറിയ മൈൽ സ്റ്റോണും എത്തുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാനായി ഞാൻ പഠിച്ച കാര്യങ്ങൾ കൂടിയാണ്. അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കുഞ്ഞു കുട്ടികളുടെ ഓരോ മൈൽ സ്റ്റോണും അത്രത്തോളം പ്രധാനമാണ്. ആ ഓരോ മൈൽ സ്റ്റോണും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കണം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾ അവർക്ക് എന്ത് മനസ്സിലാക്കാനാണ്, അവരെന്ത് അറിയാനാണ് എന്ന് വിചാരിച്ച് അവരോട് സംസാരിക്കാതിരിക്കരുത്. ഒരു കുഞ്ഞിനെ നമുക്ക് എങ്ങനെ അടക്കിയിരുത്താൻ കഴിയുക? അങ്ങനെ അടക്കിയിരുത്തേണ്ടവരാണോ കുഞ്ഞുങ്ങൾ? നിങ്ങൾ തന്നെ എപ്പോഴാണ് അടങ്ങിയിരിക്കുന്നത്? ഒരു സ്ഥലത്ത് ഒരു കസേരയിൽ വെറുതെ ഇരിക്കുന്ന എപ്പോഴാണ്? നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉള്ളപ്പോഴല്ലേ? അങ്ങനെ ഫോണും പിടിച്ച് അടങ്ങിയിരിക്കേണ്ടവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? ഫോണും പിടിച്ച് ഭക്ഷണം കഴിക്കേണ്ടവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? അവരെന്താണ് കഴിക്കുന്നത്? ഇതെല്ലാം അവർ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഏത് പ്രായത്തിലാണ്? നമ്മളൊരു 6 മാസത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത്, അതായത് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത്. ആ കാലം മുതൽ തന്നെ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് അവരോട് സംസാരിക്കണം. അവർക്ക് എന്ത് മനസ്സിലാകുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം മനസ്സിലാവും. നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണ് ആ സംസാരം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് മനസ്സിലാകില്ല എന്ന് കരുതി ഒരിക്കലും അവരോട് സംസാരിക്കാതിരിക്കരുത്. ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമേ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നല്ലതല്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്തു എന്ന് കരുതുക. എങ്ങനെയാണ് അവരോട് അത് ചെയ്യണ്ടെന്ന് പറയുക? ഒരു വടിയെടുത്ത് കാണിച്ചാണോ? ഒരു അടി കൊടുത്താണോ? അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞാണോ അതങ്ങനെ ചെയ്യുക? അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ചെയ്യാതിരിക്കുന്നത്? അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ? ഒരിക്കലുമല്ല, നിങ്ങളെ ഭയന്നിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മളെയാണ്, നമ്മൾ മാതാപിതാക്കളെയാണ്. ഒപ്പം മറ്റ് കെയർ ഗീവേഴ്സ്, ഗ്രാൻഡ് പേരൻസ് ആവാം, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന നാനി ആവാം. അങ്ങനെയുള്ളവരെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്നത്. ആ ട്രസ്റ്റ് ഭയത്തിൽ നിന്നാണോ വരേണ്ടത്, അതോ സ്നേഹത്തിൽ നിന്നാണോ വരേണ്ടത്? ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കണം. ആ ഒരു കാര്യം ചെയ്യരുതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതിന് ചിലപ്പം കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കാം. പക്ഷെ നമ്മുടെ ഈ സമയമൊക്കെ എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സമയം എന്തിനാണ്? വടിയൊന്ന് കാണിച്ചോ കണ്ണുരുട്ടിയോ പേടിപ്പിച്ചോ അത് ചെയ്തെന്നിരിക്കും. പക്ഷെ ലോങ് ടേം അവരത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ദിവസവും നിങ്ങൾ ചിലപ്പോൾ ആ വടി വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരും. അതേസമയം പറഞ്ഞു മനസ്സിലാക്കാനാണെങ്കിൽ അവർ ഭയമില്ലാതെ നിങ്ങളോട് അടുത്തിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ബഹുമാനം നിങ്ങൾക്ക് എല്ലാ കാലവും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടും. ഈ ബഹുമാനമൊക്കെ പേടിപ്പിച്ചൊന്നും വാങ്ങിക്കേണ്ടതല്ല കേട്ടോ. ബഹുമാനം എന്ന് പറയുന്നതിനും പല മാനങ്ങളുണ്ട്. നമ്മൾ കേട്ടിരിക്കേണ്ട വ്യക്തി എന്ന് നമ്മുടെ മക്കൾ നമ്മളെ പറ്റി കരുതണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം. അമ്മയോ അച്ഛനോ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നത് നല്ലതാകുമെന്ന് അവർ ചിന്തിക്കണം. ഇത്തരം ചില നുറുങ്ങ് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വലിയ വലിയ സിദ്ധാന്തങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇനി എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ? ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുവരേക്കും നന്ദി.